എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താ പേപ്പർ പീസസൊക്കെ കുറച്ച് വേസ്റ്റ് പേപ്പർ പീസസൊക്കെ ആണല്ലോ കാണുന്നതെന്നുള്ളത്. അപ്പോൾ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവം നമുക്ക് ഉണ്ടാക്കാം. ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റാണ്. അപ്പോൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതുപോലെ ഉപയോഗിച്ച് ബാക്കി വന്ന പേപ്പേഴ്സൊക്കെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ക്രാഫ്റ്റ് പഞ്ച് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ക്രാഫ്റ്റ് പഞ്ച് ഇല്ല എന്ന് വിചാരിച്ചിട്ട് ഇത് ചെയ്യാതിരിക്കുമെന്ന് വേണ്ട, വെറുതെ ഈ പേപ്പേഴ്സ് ഇങ്ങനെ കട്ട് ചെയ്തിട്ടാലും മതി. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഒരു ടെഡി ബെയറിൻ്റെ ക്രാഫ്റ്റ് പഞ്ച് എടുത്തിട്ട് ഈ ഓരോ കളേഴ്സിനും ഇതുപോലെ ഇങ്ങനെ കളേഴ്സ്, അതായത് കളർഫുൾ ആയിട്ടുള്ള ടെഡി ബെയർസിനെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷൻസൊക്കെ എടുക്കാം. ഞാനിപ്പോൾ യെല്ലോ, ഓറഞ്ച്, റെഡ്, പിങ്ക്, ബ്ലൂ എൻ്റെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള പേപ്പേഴ്സിനൊക്കെ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇത്രയും ടെഡി ബെയർസിനെ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു വൈറ്റ് A4 ഷീറ്റ് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു ഗ്ലൂ എടുത്തിട്ട് അതായത് പോലെ ഇങ്ങനെ ഈ ടെഡി ബെയർസിനൊക്കെ ഈ ഒരു വൈറ്റ് പേപ്പറിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഒക്കെ ഒട്ടിക്കാം. അങ്ങനെ ഇന്ന ഡിസൈൻ വേണം എന്നൊന്നുമില്ല. ഇഷ്ടം പോലെ ഇങ്ങനെ പല കളേഴ്സ് മിക്സ് ചെയ്തിട്ടുള്ള രീതിയിൽ ഒക്കെ ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഇത് മൊത്തമായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഗ്ലൂ ഒന്ന് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇതാ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഡിസൈൻ പേപ്പർ റെഡി ആയിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ ഡിസൈൻ പേപ്പറൊന്നുമല്ല ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി ഈ പേപ്പർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് വാട്ടർ പ്രൂഫ് ആക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു സെല്ലോ ടേപ്പ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മളിത് സ്റ്റിക്ക് ചെയ്ത് വെച്ച ആ ഒരു ഗ്ലൂ ഒന്ന് ഉണങ്ങാൻ വെയിറ്റ് ചെയ്യണം. ഞാനിപ്പോൾ അത് ഉണങ്ങാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ മുകളിൽ തന്നെയാണ് സ്റ്റിക്ക് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഒരു സൈഡ് സ്റ്റിക്ക് ചെയ്തതിന് ശേഷം പ്ലെയിൻ സൈഡും കൂടെ ഒന്ന് നമ്മൾ സെല്ലോ ടേപ്പ് വെച്ചിട്ട് വാട്ടർ പ്രൂഫ് ആക്കി എടുക്കുക. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, പക്ഷേ വാട്ടർ പ്രൂഫ് ആക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. പിന്നെ സെല്ലോ ടേപ്പ് ഒട്ടിക്കുമ്പം മാക്സിമം ചുളിവുകളില്ലാതെ ഒട്ടിക്കാൻ ശ്രമിക്കുക. എൻ്റെതിലിപ്പോൾ കുറച്ച് ചുളിവുകളൊക്കെ ആയിട്ടുണ്ട്. ചുളിവുകളില്ലാതെ ഒട്ടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും. ഇനി നമ്മൾ അതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് ട്രിം ചെയ്തെടുക്കുക. അതായത് നമുക്ക് ആ പേപ്പർ എക്സ്ട്രാ വരുന്ന സെല്ലോ ടേപ്പ്, പുറത്തേക്ക് വരുന്ന സെല്ലോ ടേപ്പൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നല്ല വൃത്തിയാക്കി എടുക്കുക. ഇനി നമ്മളിത് ഈ പേപ്പറിനെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. 3 ഫോൾഡാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലായിട്ടുണ്ടാവും. നമ്മളൊരു പൗച്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ഒരു പേപ്പർ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ സൈഡ്സ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സൈഡ് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സെല്ലോ ടേപ്പ് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ഈ രണ്ട് സൈഡിലും സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒന്ന് സെക്യൂറായിട്ട് ഒട്ടിച്ചു കൊടുക്കുക.
അത് ഒട്ടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു പൗച്ച് കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു ക്ലോസ് ചെയ്യുന്ന ഭാഗമില്ലേ, ആ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഒരു കർവ് ഷേപ്പാക്കി കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ആ ഒരു ടെഡി ബെയർസൊക്കെ വരുമ്പോൾ കളർ പേപ്പേഴ്സൊക്കെ വന്നപ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ക്ലോസും ഓപ്പൺ ചെയ്യാനും വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ സെല്ലോ ടേപ്പ് തന്നെ എടുത്തിട്ട് ഇതുപോലെ ഒരു 3 ഫോൾഡ് അതിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഡബിൾ സൈഡ് ടേപ്പിൻ്റെ എഫക്റ്റ് കിട്ടും. എന്നിട്ട് അത് അവിടെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സെക്യൂർ ആയിട്ടുള്ള ഒരു പെൻസിൽ പൗച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും പറ്റുന്ന ഒരു പൗച്ചാണ്. ഇനി ഇതിലേക്ക് ഞാൻ പെൻസിൽസ് ഇട്ടിട്ട് കാണിച്ചു തരാം. നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല ക്യൂട്ടാണ്. കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വാട്ടർ പ്രൂഫും ആണ്. അപ്പം ഈ ഒരു പൗച്ച് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ ഗ്ലൂ ഇല്ലാതെ എങ്ങനെ ചെയ്യാമെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. നമുക്ക് കുറച്ച് സെലക്റ്റഡ് കമൻറ്റ്സ് കാണാം കേട്ടോ.